ഈശ്വരൻ സർവ്വഗുണങ്ങളുടെയും സാഗരവും ഉറവിടവുമാണ്. മനുഷ്യർ ആഗ്രഹിക്കുന്ന പരിധിയില്ലാത്ത ഖജനാവുകൾ ഈശ്വരന്റെ പക്കൽ മാത്രമാണ് ഉള്ളത്. സ്നേഹം, ജ്ഞാനം, ശാന്തി, ശക്തി, ആനന്ദം, സുഖം, പവിത്രത ഇവയെല്ലാം ഓരോ മനുഷ്യനും വേണ്ടതാണ്. എന്നാൽ ഈശ്വരനാണ് ഈ അടിസ്ഥാന ഗുണങ്ങളുടെ സ്രോതസ്സും സാഗരവും. ഈശ്വരൻ ജ്ഞാനസാഗരമാണ്. ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. സർവശക്തികളുടെയും സാഗരമാണ്. അതിനാൽ ഈശ്വരനെ സർവശക്തിവാൻ എന്ന് വിളിക്കുന്നു. സ്നേഹസാഗരമാണ്. അതുകൊണ്ടാണ് ഈശ്വരനെക്കുറിച്ച് ഈശ്വരൻ സ്നേഹമാണ് എന്നെല്ലാം പറയുന്നത്. ഈശ്വരൻ ശാന്തിയുടെ സാഗരമാണ്, ആനന്ദസാഗരമാണ്, പവിത്രതയുടെ സാഗരമാണ്. ഈ ഗുണങ്ങളെല്ലാം സർവ്വ ആത്മാക്കളുടെയും മേൽ ചൊരിയുന്നവനുമാണ്. അതിനാൽ ഈശ്വരനെ വരദാതാവ്, വിധാതാവ് എന്നെല്ലാം വിളിക്കുന്നു. ഈശ്വരൻ ദയാസാഗരമാണ്, ക്ഷമാസാഗരമാണ്, കൃപാസാഗരമാണ്. അതിനാൽ ഈശ്വരനെ കൃപാലു, ദയാലു എന്നെല്ലാം വിളിക്കുന്നു. ഈ ഗുണങ്ങളും ശക്തികളും ആവശ്യമുള്ളവർ സ്വാഭാവികമായും അത് തേടുന്നത് ഈശ്വരനിൽ തന്നെയാണ്. മനുഷ്യർക്ക് പരസ്പരവും ശാന്തിയും സുഖവും സന്തോഷവുമെല്ലാം കൊടുക്കുവാൻ കഴിയും. എന്നാൽ അത് പരിധിയുള്ളതായിരിക്കും എന്നു മാത്രം. ഈശ്വരൻ തരുന്നത് തീർത്തും വിശാലവും പരിധിയില്ലാത്തതും നിരുപാധികവും അനന്തവുമായിരിക്കും. ഇത് പൂർണ്ണമായും ഗുപ്തമായ രീതിയിലാണെന്ന് മാത്രം. എന്നാൽ എല്ലായ്പ്പോഴും ഇത് ആർക്കും സഹജമായി നേടിയെടുക്കുവാൻ കഴിയും. സ്നേഹപൂർവം ഈശ്വരനെ ഓർമ്മിക്കുന്നതിലൂടെ ഈ പറഞ്ഞതെല്ലാം സ്വാഭാവികമായി നേടിയെടുക്കുവാൻ സാധിക്കും. ഈ പറഞ്ഞതെല്ലാം ഈ പറഞ്ഞ അളവിൽ മറ്റൊരാളിൽ നിന്നും പ്രാപ്തമാവുകയുമില്ല. ഈശ്വരൻ പതിത പാവനനാണ്. ഭൂമിയിൽ ശാന്തി എത്തിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈ ദുഃഖലോകത്തെ സ്വർഗമാക്കി മാറ്റുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ തന്നെയാണ് മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നവൻ. ഈശ്വരനാണ് ദിവ്യദൃഷ്ടിദാതാവ്. സമയത്തിന്റെ ചക്രത്തെ മുഴുവൻ സാക്ഷിയായി കാണുന്നത് ഈശ്വരൻ മാത്രമാണ്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യങ്ങൾ സാക്ഷിയായി കാണുന്നവനാണ്. അതിനാൽ സൃഷ്ടിയുടെ മുഴുവൻ ഭൂതം ഭാവി വർത്തമാനം അറിയുന്നവനും ഈശ്വരനാണ്. എന്താണ് കഴിഞ്ഞുപോയത്, ഇപ്പോഴെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇനി വരാൻ പോകുന്നത്, ഇവ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുവാൻ ഈശ്വരന് മാത്രമേ കഴിയൂ. അതിനാൽ ഈശ്വരൻ സർവജ്ഞനാണെന്നും ഈശ്വരനാണ് സത്യം എന്നും പറയുന്നു. ഈശ്വരൻ ആത്മാക്കളായ നമ്മെ ജന്മകർമ്മ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കുന്നവനാണ്. അതിനാലാണ് ഈശ്വരനെ മുക്തിദാതാവ്, ജീവൻ മുക്തിദാതാവ് എന്നെല്ലാം വിളിക്കുന്നത്. ഈ സൃഷ്ടിയിൽ ഈശ്വരന്റെ റോൾ എന്താണ്? ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് മറ്റു ചില മഹത്തായ സത്യങ്ങളിലേക്ക് ശ്രദ്ധ പോകേണ്ടിയിരിക്കുന്നു. അത് ഈശ്വരന്റെ കർത്തവ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും. നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കാത്ത 3 അസ്തിത്വങ്ങളുണ്ട്. അത് പ്രകൃതിയും ആത്മാവും പരമാത്മാവുമാണ്. ഈ 3 സത്തകളും അനാദിയും അവിനാശിയുമായി നിലനിൽക്കുന്നവയാണ്. അവയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം.
ഈ ലോകത്തിലെ ഭൗതികമായ സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് പ്രകൃതി എന്നത്. അതായത് 5 തത്വങ്ങളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ: ആറ്റം, തന്മാത്ര, ജീവികളുടെ ശരീരം, ചെടികൾ, വൃക്ഷങ്ങൾ, സാധനങ്ങൾ, ഇത്തരത്തിലുള്ള സ്ഥാവരവും ജംഗമവുമായ സർവ്വ പദാർത്ഥങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു. ഇവ സമയമനുസരിച്ച് രൂപം, തരം, ആകൃതി, മറ്റു സവിശേഷതകളിലെല്ലാം പരിവർത്തനങ്ങൾ കൊണ്ടുവരുന്നവയാണ്. ഇനി ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാം. ജീവനുള്ള പദാർത്ഥങ്ങളിൽ അഥവാ ശരീരങ്ങളിൽ ബോധമായിരിക്കുന്നതാണ് ആത്മാവ്. എന്നാൽ ജീവനും ആത്മാവും ഒന്നല്ല. ആത്മാവ് അവിനാശിയാണ്. എന്നാൽ ജനന മരണ ചക്രത്തിൽ വരുന്നതിലൂടെ ആത്മാവിനുള്ളിലെ മൂലഗുണങ്ങളിലും വിശേഷതകളിലും ഉയർച്ച താഴ്ചകൾ സംഭവിക്കുമെന്നു മാത്രം. ഇനിയുള്ളത് പരമാത്മാവ്. പരമാത്മാവ് ചൈതന്യമാണ്, അവിനാശിയാണ്, പരിവർത്തനാതീതവുമാണ്. ജനന മരണ ചക്രത്തിൽ വരുന്നില്ല. ഏതർത്ഥത്തിലും സദാ സമ്പൂർണവും സർവസ്വാധീനങ്ങൾക്കും അതീതവുമാണ്. ഈശ്വരൻ ഗുണാത്മകമായോ അംശാത്മകമായോ ഒരു വിധത്തിലുള്ള പരിണാമങ്ങൾക്കും വിധേയനാകാത്തവനുമാണ്. 2 തരത്തിലുള്ള സാർവലൗകിക നിയമങ്ങളുണ്ട്. ഒന്ന് കർമ്മ നിയമം, മറ്റൊന്ന് പ്രകൃതി നിയമം. ഇവയിൽ ഓരോന്നും നമ്മെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഈ നിയമങ്ങളുടെ കാര്യത്തിൽ ഈശ്വരൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാതിരിക്കുന്നത് എന്നും നമുക്കിനിയൊന്ന് ചിന്തിക്കാം. ആത്മാവ് ജീവശരീരത്തിലിരിക്കുമ്പോൾ ജീവാത്മാവ് എന്നറിയപ്പെടുന്നു. മനുഷ്യ ആത്മാക്കൾ മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോൾ ചൈതന്യ മനുഷ്യരാണ്. മനുഷ്യ ശരീരത്തിൽ ആത്മാവുള്ളതുപോലെ മൃഗങ്ങൾ, പക്ഷികൾ, മറ്റു ചൈതന്യ ജീവികളുമുണ്ട്. എന്നാൽ നാം ഇവിടെ മനുഷ്യൻ്റെ കാര്യം മാത്രമാണ് പഠിക്കുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യം അറിവ് ശേഖരിക്കലല്ല. മനുഷ്യരായ നമുക്ക് എങ്ങനെ ഈശ്വരനുമായി ബന്ധം സ്ഥാപിക്കാം എന്നതാണ് വിഷയം. പ്രകൃതി നിയമങ്ങൾക്കും കർമ്മ നിയമങ്ങൾക്കും വിധേയമാണ് എല്ലാ മനുഷ്യരും. പ്രകൃതി നിയമം ജനനം, ജീവിതം, മരണം, സമയത്തിൻ്റെ ഗതി, പ്രകൃതിയുടെ പ്രകടനങ്ങൾ, അതിലെ ഗതിവിധികൾ, ഇവയുടെ പരസ്പര ബന്ധം, ഇതെല്ലാം നമുക്കൊന്ന് ചിന്തിക്കാം. കർമ്മ നിയമം മനുഷ്യരുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ നിയമമനുസരിച്ച് നാം ചെയ്യുന്ന നല്ലതോ ചീത്തയോ ആയ കർമ്മത്തിനനുസരിച്ച് നാം സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നു. ഓരോ നല്ല കർമ്മവും നമുക്ക് തന്നെ നാം നൽകുന്ന പാരിതോഷികമായി മാറുന്നു. ഓരോ ചീത്ത കർമ്മവും നാം നമ്മെ തന്നെ ശിക്ഷിക്കുന്നതാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് വിതയ്ക്കുന്നത് കൊയ്യും എന്ന്. ചില കർമ്മങ്ങൾക്കുള്ള ഫലം ഉടനെ തന്നെ ലഭിക്കുന്നു. എന്നാൽ മറ്റു ചില കർമ്മങ്ങളുടെ ഫലം പാകപ്പെടുവാൻ സമയമെടുക്കുന്നു. ചെയ്ത കർമ്മത്തിൻ്റെ ഫലം പാകപ്പെടുവാനുള്ള സമയം നമ്മുടെ ഈ ജന്മത്തിനേക്കാൾ നീണ്ടതാണെങ്കിൽ ആ കർമ്മഫലം അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്നു. ഇത്രയും ഗഹനമാണ് കർമ്മനിയമം. എന്നാൽ ഇന്ന കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്നത് എന്ന് വിശേഷിച്ച് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം കഴിഞ്ഞുപോയ അനവധി ജന്മങ്ങളിലെ അനവധി കർമ്മങ്ങളുടെ നിരയുണ്ട്. ഈ നിരയിലൂടെയെല്ലാം ഉണ്ടാകുന്ന കർമ്മഫലങ്ങളുടെ ഒരു ശ്രേണിയുണ്ട്. ഇവയെല്ലാം പരസ്പരം കൂടിക്കുഴഞ്ഞു കിടക്കുന്നതിനാൽ ഒരു മനുഷ്യനും കർമ്മങ്ങളുടെ ഗഹനഗതിയെ കൃത്യമായി നിർവചിച്ചെടുക്കുവാൻ കഴിയില്ല. സർവശക്തിവാനായ ഈശ്വരൻ എല്ലാവരേക്കാൾ ബലവാനാണ്. ഈശ്വരൻ ഒരു നിയമത്താലും ബന്ധിതനല്ല. എന്നാൽ ഭഗവാൻ പ്രകൃതിയുടെ നിയമങ്ങളിലോ കർമ്മ നിയമങ്ങളിലോ കൈകടത്തുകയുമില്ല. കർമ്മ നിയമത്തിൻ്റെ ഈ നീതിന്യായ വ്യവസ്ഥകളെ ആർക്കെങ്കിലും വേണ്ടി വ്യക്തിപരമായി ഇടപെടുകയോ ലംഘിക്കുകയോ ചെയ്യുകയുമില്ല. മനുഷ്യരുടെ സങ്കല്പം, വാക്ക്, കർമ്മം എന്നിവ മനുഷ്യനിലും അന്യജീവികളിലും പ്രകൃതിയുടെ മേൽ പോലും വ്യാപകമായ പ്രഭാവമുണ്ടാക്കുന്നു. ഓരോ നല്ല കർമ്മവും മനുഷ്യരിൽ ആന്തരികമായും ബാഹ്യമായും സന്തോഷവും സംതൃപ്തിയും ശാന്തിയും പ്രദാനം ചെയ്യുന്നു. അതുപോലെ ചീത്ത കർമ്മങ്ങൾ സ്വയം തന്നിലും കൂടെയുള്ളവരിലും ദുഃഖമുണ്ടാക്കുന്നു. ശരീരം പ്രകൃതി തത്വങ്ങളാൽ നിർമ്മിതമായതിനാൽ മനുഷ്യ ശരീരത്തിൻ്റെ ദുരുപയോഗം പ്രകൃതിയുടെ ദുരുപയോഗം എന്ന ഗണത്തിൽപ്പെടുന്നു. അതിനാൽ ശരീരത്തെ ദുരുപയോഗം ചെയ്യുന്ന നീചകൃത്യങ്ങൾ ചെയ്യുമ്പോൾ പഞ്ചതത്വങ്ങൾ പോലും ക്ഷുഭിതാവസ്ഥയിലേക്ക് എത്തുന്നു. ഇത്തരത്തിൽ എല്ലാ മനുഷ്യരും തുടർച്ചയായി അധാർമിക പ്രവൃത്തികളിൽ മുഴുകുമ്പോൾ
പ്രകൃതി താണ്ഡവമാടുകയും മനുഷ്യർക്ക് അപരാധബോധമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഈ കർമ്മനിയമവും പ്രകൃതി നിയമവും ഒരു ചക്രവ്യൂഹം പോലെയാണ്. ഇഹലോക ജീവിത ആഗ്രഹങ്ങളിൽ പൂർണ്ണമായും മേഘാവൃതമായൊരു മനസ്സിൽ ജീവിത സുഖത്തെക്കുറിച്ചുള്ള ഒരു മിഥ്യാവബോധമുണ്ടാകുന്നു. ഈ വിഭ്രാന്തിയെ മായ എന്നാണ് പറയുന്നത്. ഈ സ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് സ്വയം ഞാൻ വിഭ്രാന്തിയിലാണെന്ന് മനസ്സിലാവുകയുമില്ല. അതിനാൽ കൂടുതൽ തെറ്റുകൾക്ക് വശംവദരാവുകയും അതിൻ്റെ ഫലമായ കൂടുതൽ പീഡകൾ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യുന്നു. പലപ്പോഴും അവർ പരപീഡയും ചെയ്യുന്നു. ഇത്തരത്തിൽ വികാരങ്ങളുടെ ചക്രത്തിൽ അവർ പൂട്ടപ്പെടുന്നു. എന്നാൽ കർമ്മനിയമം ഏത് അപരാധിയെയും പിടികൂടും. പരിണിത ഫലമായി അവർ പീഡിതരും ദണ്ഡിതരുമായ വ്യത്യസ്ത പരിതസ്ഥിതികളിലേക്ക് തള്ളപ്പെടും. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ദുഃഖം കാരണം തനിക്ക് ഈ അവസ്ഥ വരുത്തിവെച്ചത് ഈശ്വരനാണെന്ന് പഴിചാരുന്നു. അതായത് ആന്തരിക ശക്തി അത്രത്തോളം താഴ്ന്നിരിക്കുന്നു. സ്വയം തൻ്റെ കുറവുകളെയും ദൗർബല്യങ്ങളെയും പരിശോധിച്ച് മാറ്റിയെടുക്കുക എന്നത് അസംഭവ്യമായിരിക്കുന്നു. പ്രകൃതി നിയമവും കർമ്മനിയമവും മനസ്സിലായ നമുക്ക് ഇനി ഈശ്വരന്റെ റോൾ എന്താണെന്ന് ചിന്തിക്കാം. ദുസ്സഹമായ മാനസിക സംഘർഷങ്ങളിലേക്ക് ഒരാളെ തള്ളിയിടുന്ന വികാരമൂർച്ഛയിൽ നിന്നും മോചനം നേടുവാൻ ഈശ്വരനല്ലാതെ ആരും തന്നെ നമുക്ക് ആലംബമായിട്ടില്ല. ഈശ്വര സഹായം ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ആരാണോ സ്വന്തം തെറ്റ് മനസ്സിലാക്കുന്നത് അവർക്കെപ്പോഴും ഈശ്വര സഹായം ലഭിക്കുന്നുണ്ട്. കർമ്മനിയമമനുസരിച്ച് ദുഃഖത്തിന് ശമനം വരുന്ന തരത്തിലുള്ള സത്യകർമ്മം ചെയ്യുന്നതിനുള്ള ശക്തി ഈശ്വരൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈശ്വരൻ നമ്മെ എല്ലായ്പ്പോഴും സഹായിച്ചിട്ടില്ലേ? വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴെല്ലാം അറിവില്ലായ്മ മൂലം, അവഗണന മൂലം, പുറമേ നിന്നുള്ള സ്വാധീനം മൂലം, ആന്തരിക ബലഹീനത മൂലം, സ്വയം തൻ്റെ മേലുള്ള അശ്രദ്ധ മൂലം വിവിധ രീതിയിൽ മുന്നിലെത്തുന്ന സൂചനകളെയും മുന്നറിയിപ്പുകളെയും നിസാരമായി നാം തള്ളിക്കളയുന്നു. ഒരുപക്ഷെ ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിതാകാം. ഈശ്വരനിൽ നിന്നും സഹായങ്ങളും നിർദ്ദേശങ്ങളും സ്വേച്ഛയനുസരിച്ച് സ്ഥൂല രൂപത്തിൽ വേണമെന്ന പ്രതീക്ഷ. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈശ്വര സൂചനകളെ പിടിച്ചെടുക്കുവാൻ വേണ്ടവണ്ണം തുറന്ന ശുദ്ധ മനസ്സാണ് ഒരാൾക്ക് ആദ്യം ആവശ്യം. കർമ്മനിയമം പലപ്പോഴും അംഗീകരിക്കാൻ പ്രയാസമുള്ളതായി കാണുന്നു. നേരത്തെ ചെയ്തുവെച്ച, അതായത് മുൻ ജന്മങ്ങളിൽ ചെയ്തുവെച്ച കർമ്മങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിൻ്റെ മുഖ്യ കാരണം. ഉള്ളിലുള്ള വികാരങ്ങൾ മൂലം കാലാകാലങ്ങളായി മനുഷ്യരാശിയുടെ പതനം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ഈശ്വരന് പങ്കില്ല. എന്നാൽ കർമ്മനിയമങ്ങളെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചുമുള്ള തെറ്റായ വിശ്വാസങ്ങൾ കാരണം ഈശ്വരനെ ഇതിൻ്റെ ഉത്തരവാദിയായി മനുഷ്യർ കരുതുന്നു. ഈശ്വരൻ ഒരു രീതിയിലും ആരെയും ശിക്ഷിക്കുന്നില്ല, ഒരിക്കലും ശപിക്കുന്നുമില്ല. തെറ്റായ രീതിയിലോ വേദനകൾ നൽകുന്ന രീതിയിലോ പ്രവർത്തിക്കാൻ ആർക്കും ഈശ്വരൻ സൂചന കൊടുക്കുന്നുമില്ല. സുനാമി, ഭൂമികുലുക്കം, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ് മുതലായ പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഈശ്വരൻ കാരണക്കാരനല്ല. ഒരാത്മാവിനും ഒരു രീതിയിലും ഈശ്വരൻ ദുഃഖം കൊടുക്കുന്നില്ല, ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഭഗവാൻ എന്തിനാണിതെല്ലാം? പിതാവായ ഈശ്വരൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവർക്കും സുഖം കൊടുക്കുന്നു. ആളുകൾ ഈശ്വരനെ സൗകര്യപൂർവ്വം പഴിചാരുന്നത് ഒരു വിരോധാഭാസമാണ്. എന്നാൽ സത്യം ഇതാണ്: ഈശ്വരൻ മാത്രമാണ് നമ്മുടെ ഒരേയൊരു രക്ഷകൻ. എല്ലായ്പ്പോഴും ഓരോരുത്തരുടെയും മേൽ സ്നേഹവും ദയയും വർഷിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ് ഈശ്വരൻ. എപ്പോഴും ആവശ്യമായ ശക്തി തന്ന് കഴിഞ്ഞുപോയ തെറ്റുകളെയും മനസാക്ഷി കുത്തുകളെയും തരണം ചെയ്യുവാനുള്ള പാത കാണിച്ചു തരുന്നവനാണ് ഈശ്വരൻ.
ഈശ്വര സഹായവും ശക്തിയും കഴിഞ്ഞ കർമ്മക്കണക്കുകളെ ഇല്ലാതെയാക്കുവാനും അവയെ നേരിടുവാനുമുള്ള കരുത്തും നൽകുന്നു. ഈശ്വരൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈശ്വരൻ ഓരോരുത്തരോടും നിഷ്പക്ഷനാണ്. കർമ്മത്തിൻ്റെ അഗാധ സത്യങ്ങളുടെ അവഗാഹമുള്ളവനാണ് ഈശ്വരൻ. അതുകൊണ്ട് വഴിപിഴച്ചവരായ തൻ്റെ സന്താനങ്ങളെപ്പോലും ഈശ്വരൻ സ്നേഹിക്കുന്നു. ഈശ്വരൻ അറിയാം, തൻ്റെ കുട്ടികൾ പാപം ചെയ്തത് കാരണം അവർ അവരുടെ സത്യമായ പരിചയവും കർമ്മ നിയമങ്ങളും തന്നോടുള്ള ബന്ധവും മറന്നുപോയതാണ് എന്ന്. ഈശ്വരൻ സദാ സർവശക്തികളുടെയും ഗുണങ്ങളുടെയും വരദാനം തരുന്നു. സർവസമയവും വരദാനം പ്രാപ്തമാക്കുന്നതിനായി നാം ഈശ്വരനോട് യോജിച്ചിരിക്കേണ്ടത് ആവശ്യമാണെന്ന് മാത്രം. ഒരാൾ എത്ര തന്നെ അയോഗ്യനായാലും പതിതനോ വീണുകിടക്കുന്നവനോ ആയാലും വീണ്ടും പിടിച്ചെഴുന്നേൽക്കാനും തൻ്റെ മൂലസ്വരൂപത്തെ ചികഞ്ഞെടുക്കുവാനുമുള്ള ഊർജം ഈശ്വരൻ പ്രദാനം ചെയ്യുന്നു. നിരാശരാവുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യേണ്ട ആവശ്യമേയില്ല. എപ്പോഴാണോ മനസ്സും ലോകവും അനിയന്ത്രിതമായ കൊടുങ്കാറ്റായി മാറുന്നത്, അപ്പോൾ ഏറ്റവും സുന്ദരവും സുരക്ഷിതവുമായ ശരണം ഈശ്വരൻ്റെ മടിത്തട്ടാണ്. ഈ കാരണത്താലാണ് ഈശ്വരനെ പതിതപാവനൻ എന്ന് പറയുന്നത്. എത്ര തന്നെ ദുർഘട സാഹചര്യമായാലും ശരി, ഒരാൾ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുകയും അർപ്പണഭാവത്തോടെ നിസ്വാർത്ഥമായി ഈശ്വരനിലേക്ക് തിരിയുകയും ചെയ്താൽ വിവിധ രീതിയിൽ അപ്രതീക്ഷിതമായി ഈശ്വരൻ്റെ സഹായഹസ്തം അനുഭവമാകും. ഇതേക്കുറിച്ച് വളരെയധികം പേർ വർണ്ണിക്കുകയും ചിന്തനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അദൃശ്യമായൊരു കരങ്ങൾ പ്രവർത്തിച്ച് അവരെ രക്ഷിച്ചതായി അനുഭവം ചെയ്യുന്നുമുണ്ട്. ഈശ്വരൻ എല്ലായ്പ്പോഴും ദാതാവാണ്. ഈശ്വരൻ എല്ലാവർക്കും സമാനമായ രീതിയിൽ സുഖവും ശാന്തിയും ആനന്ദവും ആന്തരിക ശക്തിയും പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ബലവും ആശ്രയവുമാണ് നാം ഓരോരുത്തരെയും ചലിപ്പിക്കുന്നത് തന്നെ. ഈശ്വരന്റെ ദിവ്യ കർത്തവ്യങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്കൊന്ന് ശ്രമിക്കാം. ഈശ്വരന്റെ ദിവ്യ കർത്തവ്യങ്ങൾ ഇവയാണ്: പരിപൂർണ ശാന്തിയുടെ സുഖത്തിൻ്റെ പുതിയ ലോകം സ്ഥാപിക്കുക, പുതിയ ലോകത്തിൻ്റെ പാലന, പഴയ ലോകത്തിൻ്റെ വിനാശം. ഇതെല്ലാം ഈശ്വരൻ ചെയ്യുന്നു. ഈ 3 കർത്തവ്യങ്ങൾ ഏതൊരു മഹാത്മാവിനും എത്തിപ്പിടിക്കാനാവില്ല. ഈശ്വരന്റെ ഏറ്റവും പ്രബലമായ ജോലി ആത്മാക്കളെ ദുർവികാരങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കലാണ്. പിന്നെ പുതിയ സൃഷ്ടിവൃക്ഷത്തിൻ്റെ തൈ നടുക. ഈശ്വരനാണ് പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത്. ഒരു രാജ്യം, ഒരു ധർമ്മം, ഈ രീതിയിൽ ഭൂമിയെ ഈശ്വരൻ സ്വർഗമാക്കുന്നു. അതിനാലാണ് ഈശ്വരനെ സ്വർഗീയ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് എന്നെല്ലാം വിളിക്കുന്നത്. ഈശ്വരൻ സൃഷ്ടാവാണ്. എന്നാൽ സൃഷ്ടി എന്നതിൻ്റെ അർത്ഥം എന്തെന്ന് നോക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു ലോകം സൃഷ്ടിക്കുന്നവനല്ല ഈശ്വരൻ. ഒന്നിനെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്നവനുമല്ല ഈശ്വരൻ. പുതിയ ഒന്നിനെയും സങ്കല്പശക്തി കൊണ്ട് നിർമ്മിച്ചെടുക്കുന്നവനുമല്ല ഈശ്വരൻ. അങ്ങനെ ഒരിക്കലും ലോകത്തെ നിർമ്മിച്ചെടുക്കുവാനും സാധ്യമല്ല. ഈ ലോകം എപ്പോഴും നിലനിൽക്കുന്നു. അനാദികാലം മുതൽ നിലനിൽക്കുന്നതാണ്. അവിനാശിയായി തുടരുന്നതുമാണ്. ഈശ്വരൻ കേവലം പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റുക മാത്രം ചെയ്യുന്നു. ഈശ്വരൻ പരിപൂർണമായ ശാന്തിയുടെയും സുഖത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ലോകം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ പുതിയ ലോകത്തിൽ ഓരോരുത്തരും ധർമ്മിഷ്ഠരും ഗുണങ്ങൾ നിറഞ്ഞവരുമായിരിക്കും. അവിടെ വസിക്കുന്നവർ മനുഷ്യർ തന്നെയായിരിക്കും. എന്നാൽ ദിവ്യ ഗുണങ്ങൾ ഉള്ളവരായതിനാൽ അവരെ ദേവത എന്ന് വിളിക്കും. ഈശ്വരൻ തന്നെയാണ് സ്വർഗത്തെ പാലിക്കുന്നവനും.
ഈശ്വരനിൽ നിന്നും പരമ്പരാഗതമായി കിട്ടിയ ഗുണങ്ങൾ തന്നെയാണ് ഈ പുതിയ ലോകത്തെ വളരെയധികം കാലം നിലനിർത്തി കൊണ്ടുപോവുക. അതിനാൽ ഈശ്വരൻ തന്നെയാണ് പാലനകർത്താവും. എന്നാൽ പ്രകൃതി നിയമം അനുസരിച്ച് പുതിയതെല്ലാം കാലത്തിനൊപ്പം പഴയതായി മാറും. അവസാനം ആദ്യ രൂപം ഇല്ലാതെയാകും, മറ്റൊരു രൂപത്തിലേക്ക് മാറും. മനുഷ്യരുടെ സ്ഥിതി താഴേക്ക് വരും, അധപ്പതനത്തിലേക്ക് എത്തും. അങ്ങനെയൊരു സമയമെത്തും, വേദനയും കഷ്ടവും ദുഃഖവും അശാന്തിയും താങ്ങാനാവാതെ ജനങ്ങളിൽ പഴയ ഈ ലോകത്തിനോടുള്ള അവജ്ഞ ഉയർന്നു വരും. സ്വന്തം ജീവിതത്തെ തന്നെ വെറുക്കും. കൊടിയ പാപകർമ്മങ്ങളിൽ മനുഷ്യർ മുഴുകും. ഇതിനെല്ലാം ഇപ്പോൾ ഒരന്ത്യമുണ്ടാകണം. പുതിയ ഒരു ലോക വ്യവസ്ഥിതിയുടെ പുനർസ്ഥാപനവും പഴയ ലോകത്തിൻ്റെ പരിവർത്തനവും സംഭവിക്കണം. സ്ഥിതിഗതികൾ ഇങ്ങനെയെല്ലാം ആണെങ്കിലും ഈ പഴയ ലോകത്തിലെ കഷ്ടപ്പാടും ദുരിതവും ആത്യന്തികമായി അതിൻ്റെ തകർച്ചയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. പരിവർത്തനത്തിൻ്റെ ഈ രീതി വളരെ സുന്ദരമാണ്. വിശ്വപരിവർത്തനം സ്വപരിവർത്തനത്തിൽ നിന്നും തുടങ്ങുന്നു. സ്വപരിവർത്തനം സങ്കല്പത്തിൻ്റെ പരിവർത്തനത്തിലൂടെ തുടങ്ങുന്നു. അത് പിന്നെ വൃത്തിയിലെ പരിവർത്തനം, മനോഗതി, പെരുമാറ്റരീതി, ജീവിതശൈലി ഇവയുടെ പരിവർത്തനം, അങ്ങനെ കടന്നു വന്ന സമ്പൂർണ്ണ ജീവിതവും ദിവ്യമായി മാറണം. പഴയൊരു കെട്ടിടം പൊളിച്ചു കളഞ്ഞ് തത്സ്ഥാനത്ത് പുതിയൊരു കെട്ടിടം ഉണ്ടാക്കുന്നത് പോലെ ഈ ലോകവും മാറണം. എന്നാൽ അകം ലോകത്തിൻ്റെ ബഹിർസ്ഫുരണം മാത്രമാണ് ഈ പുറം ലോകം. എന്താണോ സങ്കല്പം അതുപോലെ പ്രകമ്പനങ്ങൾ. ആത്മാവിൽ നിന്നുള്ള സൂക്ഷ്മമായ ശുദ്ധ തരംഗങ്ങൾ ഈ ലോകത്തിൽ ചലനങ്ങൾ സംഭവിപ്പിക്കും, ലോകത്തിൽ പരിവർത്തനമുണ്ടാക്കും. ആത്മാവ് പരിവർത്തനപ്പെടുമ്പോൾ ലോകം തന്നെ പരിവർത്തനപ്പെടും. അവസാനം ഈ ലോകം മുഴുവൻ പുതിയ ലോകമായി മാറും. ഇതാണ് വിനാശം, സ്ഥാപന എന്നിവയുടെ ചുരുക്കത്തിലുള്ള പരിഭാഷ.